ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുംപുറത്തും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ കിട്ടുന്ന മരച്ചീനി അല്ലെങ്കിൽ കപ്പക്കിഴങ്ങ് വെച്ച് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും കഴിക്കാനൊക്കെ നല്ല അടിപൊളി രുചിയായിരിക്കും. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. നമുക്ക് വീഡിയോയോട് പോയാലോ? വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ എപ്പോഴും കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഒക്കെ കമൻറ്റും ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? എന്നാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഒരു 2-3 കഷ്ണം കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളത്തെ കറുത്തൊലിയും പിന്നെ അതിൻ്റെ അടിയിൽ റോസ് കളർ തൊലിയും ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കുമ്പോൾ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കും അത് കാണാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റൊക്കെ ചെയ്യത്തില്ലയോ, ഇതുപോലത്തെ ഇത് വെച്ച് നമുക്കതൊന്ന് ചീകിയെടുക്കാം. നല്ലപോലെ ഫൈനായിട്ടൊന്ന് ചെറിയ ഇതുള്ളതായിട്ട് ചീകിയെടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് ചീകിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മരച്ചീനി എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മരച്ചീനി വേണം എടുക്കാൻ. അതായത് ചെന്നീരോടിയതോ അല്ലെങ്കിൽ ഒത്തിരി പഴകിയൊന്നും എടുക്കാൻ പാടില്ല. ഇത് നല്ല ഫ്രഷായിട്ട് പറിച്ചെടുത്ത് വന്ന് ചീനി വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത്. നടുക്കുള്ള നാരൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ചീനി കട്ട് കൂടുതലുണ്ട്, അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ ഇങ്ങനെ ചീകി വെച്ചിരിക്കുന്ന നമ്മൾ മരച്ചീനി ഉണ്ടല്ലോ, അതിന് വെള്ളത്തിനകത്തോട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 5-6 വട്ടമെങ്കിലും കഴുകിയാൽ അത്ര നല്ലതായിരിക്കും. ഇപ്പോൾ കഴുകുമ്പോൾ തന്നെ കണ്ടില്ലയോ, പാല് പോലെ ഒരു കളർ ഇങ്ങനെ വരും. അപ്പോൾ ഒരു 3-4 വട്ടം കഴുകി കഴിയുമ്പോഴേ ആ കളറൊന്നും മാറത്തുള്ളൂ. അതുവരെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കണ്ടില്ലയോ, ഇത്രയും കളർ വരും. അപ്പം ഞാൻ ഒരു 4 വട്ടം കഴുകിയ ശേഷം നല്ല വെള്ളം ക്ലിയർ ആയിട്ടായി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഓട്ടപ്പാത്രത്തോട്ട് ഒരു അരിപ്പയ്ക്കകത്തോട്ട് നമുക്കൊന്ന് വാല വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇച്ചിരി ഇറങ്ങിലുണ്ടെങ്കിൽ അതങ്ങ് ഇതായിപ്പോയിക്കോളും. അങ്ങനെ ഓട്ടപ്പാത്രത്തിനകത്തോട്ട് ഞാൻ അതൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ കണ്ടില്ലയോ, വേറൊരു പാത്രത്തിനകത്തോട്ട് ഇത് ഞാൻ ചീകി വെച്ചിരിക്കുന്ന ചീനി ഇതിനകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് വറുത്ത അരിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് നമുക്ക് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4-1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര 1-2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. കൊച്ചു പിള്ളേർക്ക് കഴിക്കുമ്പോൾ അത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങയുടെ ഞാൻ ഇട്ടത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതിന് അടിപൊളി നല്ല രുചിയുള്ളൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ അങ്ങനെ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ നല്ല കുഴച്ചെടുക്കണം. ഇത് വെള്ളത്തിൻ്റെ അംശം നിങ്ങൾ ഇതനുസരിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ പറഞ്ഞാൽ ആ ചീനിക്കകത്ത് തന്നെ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. അത് വെച്ച് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലയോ, അങ്ങനെ നല്ല ഉതിരിയായിട്ട് നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റിയ ശേഷം പിന്നെ ഞാൻ 2 ഉള്ളി, 2 സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. എല്ലാ മാവിനകത്ത് എടുത്തില്ലേ, കുറച്ച് മാവ് ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതിനകത്താണ് ഇത് ചേർക്കുന്നത്. 2 സവാളയും 2 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് അതൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ നമുക്ക് 2 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി പുട്ടിൻ്റെ നമ്മുടെ ഇതില്ലയോ, പുട്ട് ഉണ്ടാക്കുന്ന സാധനത്തിനകത്തോട്ട് ആദ്യം നമുക്ക് തേങ്ങ അയച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മാവൂടെ നമുക്ക് ഉള്ളിയൊന്നും മിക്സ് ചെയ്യാത്തൊരു മാവില്ലേ, ആദ്യം നമ്മൾ ചെയ്ത് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ, പിന്നെ മാവ്, പിന്നെയും നമ്മൾ തേങ്ങ നടുക്കിടും, അത് കഴിഞ്ഞ് മാവ്. അങ്ങനെ ഇത് 3-4 ഇതായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കറി, നമുക്ക് മീൻകറി, മുളകിട്ട മീൻകറി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇറച്ചിക്കറിയുണ്ട്, ചിക്കൻ കറി, ബീഫൊക്കെ സൂപ്പറായിരിക്കും. കപ്പയുടെ കൂടെ കഴിക്കുന്ന എല്ലാം നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചൂടോടെ കഴിക്കുവാണെങ്കിൽ വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പൊട്ടിൻ്റെ ഇതിനകത്ത് എല്ലാം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കണം. മനസ്സിലായോ? ഇപ്പം ചില കപ്പകൾ വേവ് ഇച്ചിരി കൂടുതൽ കാണും. അതുകൊണ്ട് 8-10 മിനിറ്റിനുള്ളിലൊക്കെ ഇത് വെന്ത് കിട്ടും. എനിക്കിവിടെ ഒരു 10 മിനിറ്റ് എടുത്തായിരുന്നു.
അപ്പോൾ നമ്മുടെ പുട്ട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ പുട്ടെന്ന് പറയത്തേ ഇല്ല, നല്ല രുചിയുള്ള പുട്ട്. അരിപ്പുട്ടിനെക്കാട്ടിലൊക്കെ നല്ല രുചിയായിരിക്കും ഈ പുട്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ സാധാരണ നോർമൽ പുട്ടാണ് ചെയ്തിരിക്കുന്നത്, ഉള്ളിയൊന്നും ഇടാത്തത്. അതുപോലെ തന്നെ ഉള്ളി ഇട്ടതും ഇതേ സെയിം രീതിയിൽ അങ്ങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ല രുചിയാണ്. എനിക്ക് തോന്നിയത് മറ്റേതിനേക്കാട്ടിലും ഇതിനാണ് രുചി കൂടുതലായിട്ട് തോന്നിയത്. വെറുതെ കഴിച്ചപ്പോൾ ഇതിനാണ് രുചി കൂടുതലായിട്ട് തോന്നിയത്. മറ്റേത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും ഇച്ചിരി തേങ്ങയൊക്കെ കൂടുതൽ ഇട്ടിട്ട് നമുക്കിങ്ങനെ ആവി കയറ്റി കൊടുത്താൽ പിള്ളേർക്ക് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.